ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 2, പേജ് നമ്പർ 576. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. പദാനുപദം. കമലപത്രാക്ഷ, ഹേ കമലപത്രാക്ഷ. ത്വത്തഃ അങ്ങയിൽ നിന്ന്, ഭൂതാനാം സകല ചരാചരങ്ങളുടെയും, ഭവാപ്യയൗ ഉദയാസ്തമയങ്ങൾ, വിസ്തരശഃ വിസ്തരിച്ച്, മയാ എന്നാൽ, ശ്രുതൗഹി ശ്രുതങ്ങളായി, അപി ച മാത്രവുമല്ല, അവ്യയം അവ്യയമായ അവസാനമില്ലാത്ത, മാഹാത്മ്യം മാഹാത്മ്യവും, ശ്രുതൗ ശ്രുതമായി കേട്ടു. വിവർത്തനം. അല്ലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. സന്തോഷ തികവോടെയാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ കമലാക്ഷനെന്ന് സംബോധന ചെയ്യുന്നത്. കൃഷ്ണന്റെ കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ കാണപ്പെടുന്നു. അഹം കൃത്സനസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥാ. ഈ സമ്പൂർണ്ണ ജഗത്തിൻ്റെ ആവിർഭാവ തിരോഭാവങ്ങളുടെ പ്രഭവസ്ഥാനം ഞാൻ തന്നെ എന്ന് മുൻ അധ്യായത്തിൽ കൃഷ്ണൻ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുമുണ്ട്. ഭഗവാനിൽ നിന്ന് അർജുനൻ ഇത് വിശദമായി കേട്ടിട്ടുണ്ട്. എല്ലാത്തരം ആവിർഭാവ തിരോഭാവങ്ങളുടെയും ഹേതുഭൂതനെങ്കിലും അവയിൽ നിന്ന് വ്യത്യസ്തനാണ് കൃഷ്ണനെന്ന സത്യവും അർജുനൻ ഗ്രഹിച്ചു കഴിഞ്ഞു. താൻ സർവവ്യാപിയാണെങ്കിലും എല്ലായിടത്തും തൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമില്ലെന്നാണല്ലോ 9-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഊഹാതീതമായ ആ ഭഗവദൈശ്വര്യത്തെയാണ് നല്ലവണ്ണം അറിഞ്ഞതായി അർജുനൻ സമ്മതിക്കുന്നത്. ഹരേ കൃഷ്ണ.